السلام عليكم ورحمة الله وبركاته. طلع البدر علينا من ثنيات الوداع وجب الشكر علينا ما دعا لله داعي. മുഅ്മിനീങ്ങളെ, ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനമാണ് റബീഉൽ 12. അല്ലാഹു ഹബീബിനെ ഇഷ്ടപ്പെടാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഈ ബൈത്തിലെ മുഅ്മിനീങ്ങളെ, ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്നും മദീനയിലേക്ക് വരുന്നൊരു രംഗമുണ്ട്. അതേ മദീനക്കാർ അൻസ്വാരികളൊക്കെ അല്ലാഹുവിന്റെ റസൂലിനെ കാത്തു നിൽക്കുന്ന ഒരു രംഗമുണ്ട്. ദിവസങ്ങളായി റസൂലുള്ളാഹി തങ്ങളെ കാത്തിക്കാണ്. ഹബീബായ നിബിധങ്ങൾ വരുന്നുണ്ടല്ലോ. ചില ആളുകളൊക്കെ മരത്തിന്റെ മേലെ കയറി ആദ്യം ഞാൻ കാണട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ഒരുപാട് ആളുകൾ റസൂലുള്ളാഹി തങ്ങൾക്ക് വേണ്ടി സർവ്വ സൗകര്യങ്ങളും ഒരുക്കി വെച്ചവർ. അങ്ങനെ ഹബീബായ നിബിധങ്ങൾ വരുന്ന ഒരു രംഗമുണ്ട്. എന്താണെന്നറിയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തെത്തിയപ്പോൾ മദീനക്കാരും ഹബീബിനെ സ്വീകരിച്ച് വരവേറ്റിക്കൊണ്ട് പാടിയ പാട്ടാണ് ത്വലഅൽ ബദർ. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. എന്നിട്ട് മദീനക്കാരുടെ മഹബത്ത് നോക്കണം. ഓരോ വീട്ടുകാരും എല്ലാ സൗകര്യങ്ങളും തയ്യാറാക്കി. നബിയെ എന്റെ വീട്ടിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനം മഹാനായ അബൂ അയ്യൂബ് അൻസ്വാരി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്കാണ് അല്ലാഹുവിന്റെ റസൂൽ എത്തുന്നത്. അങ്ങനെ അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ കാണുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഒരു അദബ്. അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും ആ വീട്ടിൽ റസൂലുള്ളാഹി തങ്ങളെ മേലെ നല്ല സൗകര്യപ്പെടുത്തി താഴെ നിൽക്കാനാണ് അവർ തീരുമാനിച്ചത്. പക്ഷെ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഞാനിവിടെ താഴത്തോടെ കടന്നോളാം. പക്ഷെ അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും മുകളിൽ നിൽക്കുമ്പോൾ അവർ പറയുന്നുണ്ട്, ഞങ്ങൾ എങ്ങനെ ഇവിടെ നിൽക്കും? ഹബീബായ നിബിധങ്ങള് റസൂലുള്ളാഹി തങ്ങൾ താഴത്ത് നിൽക്കുമ്പോൾ നിബിധങ്ങൾ മേലെ ഞങ്ങൾ എങ്ങനെ കയറി നിൽക്കും? ഞങ്ങൾക്കത് വലിയ പ്രയാസമായി എന്ന് അദ്ദേഹം എഴുതി വെച്ചതായിട്ട് അദ്ദേഹത്തിന്റെ മനാഖിബിൽ അത് കാണുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കി, അതൊക്കെ വലിയൊരു അദബാണ്. വലിയ ഇഷ്ടമായിരുന്നു. റസൂലുള്ളാഹി തങ്ങളോട് വല്ലാത്ത മഹബത്തും അദബും ബഹുമാനമൊക്കെ ആയിരുന്നു സ്വഹാബത്തുണ്ടായിരുന്നത്. ആ റസൂലുള്ളാഹി തങ്ങളെ വന്നപ്പോൾ ഏറ്റു പാടിയതാണ് ത്വലഅൽ ബദർ. അതുകൊണ്ട് അന്നേന്റെ റസൂലുള്ളാഹി തങ്ങളെ പറ്റി അദ്ദേഹം പാടുന്നു, പറയുന്നു. അതുകൊണ്ട് നമ്മുടെ നാവുകളിലൊക്കെ ഇത് തത്തിക്കളിക്കണം. റസൂലുള്ളാഹി തങ്ങളുടെ മഹബത്തിന് നമ്മൾ ചൊല്ലുന്ന ഇന്നൊക്കെ നബിദിന ഘോഷയാത്രയൊക്കെ നടക്കുമ്പോൾ അതിൽ സജീവമാവണം. അതിനൊക്കെ വലിയ പുണ്യമുണ്ട്. അതിലൊക്കെ പങ്കെടുത്താൽ നീയത്തെന്നാക്കിയാൽ അതിനൊക്കെ വലിയ കൂലി നമുക്ക് കിട്ടും. കാരണം റസൂലുള്ളാഹി തങ്ങളുടെ മഹബത്ത് അവിടുത്തെ മദ്ഹ് പാടിയിട്ടാണ് നമ്മളങ്ങ് നടന്നു പോകുന്നത്. അതിലേക്ക് വേണ്ടി ഭക്ഷണം നൽകുന്നവർ, ചീനി നൽകുന്നവർ, പായസം നൽകുന്നവർ അവർക്ക് തരുന്നെന്തിനാ? റസൂലുള്ളാഹി തങ്ങളോടൊരു മഹബത്തിന് വരില്ല. അതിനൊക്കെ വലിയ ഭാഗ്യമുണ്ട് അവർക്ക്. വലിയ കൂലിയും അതിന് പിന്നിലുണ്ട്. അവരെ പ്രയാസങ്ങൾക്ക് അതുകൊണ്ട് തന്നെ മാറും. കാരണം റസൂലുള്ളാഹി തങ്ങളോട് ഇഷ്ടം വെച്ചുകൊണ്ട് ചെയ്യുന്നതാണ്. അല്ലാഹു ഹബീബിനെ ഇഷ്ടപ്പെടാനുള്ള മഹബത്ത് വലിയ ഭാഗ്യം അല്ലാഹു നമുക്ക് നൽകുമാറാവട്ടെ. ഹബീബിന്റെ കൂടെ നാളെ ജന്നാത്തുൽ നഈമിൽ അല്ലാഹു നമ്മളെ ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ. അവിടുത്തെ ശഫാഅത്ത്